ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് കേക്കാണ്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം എങ്ങനെ നല്ല അടിപൊളിയായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. വളരെ പഞ്ഞി പോലത്തെ ഒരു കേക്കാണ് ഇത്. എങ്ങനെയാണ് ഇവ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനാവശ്യമെന്ന് നമുക്ക് ആദ്യം നോക്കാം. രണ്ട് കപ്പ് മൈദയാണ് ഇവിടെ കേക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. 3-4 ക്യാരറ്റ്, ഞാനിവിടെ 3 വലിയ ക്യാരറ്റ് ആയിരുന്നു, അത് ചെറുതായിട്ട് മുറിച്ചതാണ്. അത് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. 3 മുട്ടയുടെ മഞ്ഞക്കുരുവും വെള്ളയും എല്ലാം വേണം. 1 കപ്പ് പഞ്ചസാര, 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്ന നിരക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇപ്പോൾ വാനില എസൻസ് വീട്ടിലുണ്ടെങ്കിൽ മാത്രം 1 അടപ്പ് വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം സൺഫ്ലവർ ഓയിൽ ഒരു 3 സ്പൂൺ മതിയാവും. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത്രയും സാധനം മതി നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാൻ ജ്യൂസ് ജാറിൽ തന്നെയാണ് എല്ലാം പൊടിച്ചെടുക്കുന്നത്. ജ്യൂസ് ജാറിൽ പഞ്ചസാര പൊടിച്ചെടുത്തു. അതിനുശേഷം ആ ജാറിൽ തന്നെ ക്യാരറ്റ് ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് മുറിച്ച് വെച്ച ക്യാരറ്റാണ്, അത് ജ്യൂസ് ജാറിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മുട്ടയും ആഡ് ചെയ്യണം. 3 മുട്ടയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പം ജ്യൂസി ടച്ച് ആവേണ്ട, ഒരുമാതിരി തരിതരിയായിട്ട് ക്യാരറ്റ് കിടക്കുന്ന രീതിയിൽ എടുത്താൽ മതിയാവും. അതൊരു വലിയ ബോളിലേക്ക് മാറ്റുക. ഈ ബോളിലാണ് നമുക്ക് കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് മാത്രമേ ഇളക്കിക്കൊണ്ടിരിക്കാവൂ. 2 ഡയറക്ഷനിൽ ഒരേ സമയം ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രം ബാറ്റർ ഇളക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് 1 അടപ്പാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കയുടെ പൗഡറും ആഡ് ചെയ്യാം. ഇതെന്തിനാ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ചിലവർക്ക് ഈ മുട്ടയുടെ ആ സ്മെല്ല് അത്ര ഇഷ്ടമാവില്ല. അതൊന്ന് മാറാൻ ഈ വാനില എസൻസ് ആഡ് ചെയ്യുന്നത് സഹായിക്കും. അതിൻ്റെ ഒപ്പം 3 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് ഇവ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഈ മിക്സിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. എല്ലാ മൈദയും ഒരു സമയത്ത് ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കുറേശ്ശെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം പോകുവാൻ, അല്ലെങ്കിൽ മുഴുവനും കട്ടിയായി പോകുവാൻ ചാൻസ് ഉണ്ട്. കുറേശ്ശെ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. 2 കപ്പ് മൈദ തന്നെ ആഡ് ചെയ്യണം. അതിനുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ബാക്കിയെല്ലാം എടുത്തിരിക്കുന്നത്. ഇടയ്ക്ക് കൺസിസ്റ്റൻസി കൂടുതലായി കഴിഞ്ഞാൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ ഒരു രീതിയിലാവണം നമ്മുടെ ബാറ്റർ. ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു ഡയറക്ഷനിലോട്ട് മാത്രം മിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത്. ഈ ഒരു രീതിയിലാവുന്നിടം വരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി അവസാനമായിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. അങ്ങനെ കേക്കിന് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായ ഒരു കുക്കർ അടുപ്പിൽ വെച്ചു. കുക്കറിനകത്ത് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്.
അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുക്കർ ഒന്ന് ഹീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിന്റെ വാഷറെല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. ആ സമയത്തേക്ക് ഒരു പാത്രം എടുത്ത്, കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം എടുത്ത് അതിൽ ഓയിൽ പുരട്ടുക. ഓയിൽ ഏത് വേണമെങ്കിലും പുരട്ടാം. നെയ്യോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും പുരട്ടിയാൽ മതി. എല്ലാ ഭാഗത്തും നല്ലതുപോലെ പുരട്ടിയതിനു ശേഷം ബട്ടർ പേപ്പർ ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിവിടെ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നത്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, നല്ല ഷേപ്പിൽ തന്നെ അത് അടിയിൽ പറ്റിപ്പിടിക്കാതെ നമുക്ക് കേക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ തട്ടി കൊടുക്കണം. അതിനുള്ളിൽ എയർ ഹോൾസുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഈ സമയം കുക്കർ തുറന്ന് അതിലേക്ക് ബാറ്റർ ഇറക്കി വെക്കാം. നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ 1 മണിക്കൂർ നേരം വരെയാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സമയം. ഇവിടെ ഇപ്പോൾ 50 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇവിടെ കേക്ക് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ബേക്ക് ആയിട്ടുണ്ട് കേക്ക് എല്ലായിടത്തും ഒരേപോലെ പാകമായോ എന്നറിയാൻ ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഒന്ന് കുത്തി നോക്കണം. അത് ക്ലീൻ ആണ് എങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ നല്ലതുപോലെ പാകമായിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഈ കേക്ക് ഇവിടെ നല്ലതുപോലെ പാകമായിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണ്, പഞ്ഞി പോലെ ഇരിക്കുന്നു, തൊട്ടുമ്പോൾ ഇങ്ങനെ താന്നു പോകുന്നുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനു മുന്നേ തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവൂ, അല്ലെങ്കിൽ എല്ലാം പറ്റി പിടിച്ചിരിക്കും പാത്രത്തില്. ഇപ്പോൾ എല്ലാ പാത്രത്തിന്റെ സൈഡിൽ നിന്നും കേക്ക് വിട്ടുമാറി വന്നിട്ടുണ്ട്. ഇതിനെയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് അടർന്നു മാറിയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലെ ബട്ടർ പേപ്പർ മാറ്റാം. ബട്ടർ പേപ്പർ എല്ലാം മാറ്റി ഇനി കേക്ക് ഒന്ന് തിരിച്ചിടണം. നല്ല സോഫ്റ്റ് ആണ് കേക്ക്, എല്ലാ ഭാഗത്തും ഒരേപോലെ സോഫ്റ്റ്നെസ് ഉണ്ട്. അങ്ങനെ ഇവിടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഇത് ബേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സമയം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാറ്ററൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്, എല്ലായിടവും പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്